അഖിൽ മാരാറ് ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ കളിച്ച ഹോട്ടൽ അതിനകത്ത് കയറി വരണമായിരുന്നു എന്നാ. വന്നിരുന്നെങ്കിൽ ഒരു 10 പ്രാവശ്യം ഞാൻ കണ്ണ് കഴിച്ചേനെ. ഈ കണ്ണ് കടിക്ക് വേറെ ഒന്നും ചെയ്യൂല. അല്ല ഞാൻ പിന്നെ എന്താ പറയണ, ബിക്കോസ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ സെയിം സീസൺ ഇതാണ്. അപ്പം പോയത് കൊണ്ട് അത് ആഘോഷിക്കുകയല്ലേ വേണ്ട, അല്ലാതെ കുറ്റം പറച്ചിൽ നമുക്ക് എല്ലാവർക്കും ആവാന്നുള്ള കാര്യമാണ്. പറയാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അതും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നോട് എന്തിനാണ് ഇപ്പോഴും റിവെഞ്ച് വെച്ച് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രൊമോ ഇതിന് ട്രെയിലറിന് ഞാൻ പോയതാണ്. അതായത് ആവശ്യം വരുമ്പം വിളിക്കും, സോറി പറയും, അവരുടെ കാര്യങ്ങൾക്ക് നേടും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഇത് ചെയ്യും. പലരും എൻ്റെ സീസണിലുള്ളവരെ തന്നെ വിളിച്ചെന്നെ നല്ലോണം തെറി വിളിച്ചു, എന്തിനാ നീ പോയതെന്നുള്ളത്. പിന്നെ എന്താ പറയുക, അതിന് പറയാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടില്ല. എനിക്കൊരു ഇതില്ല, ലിവ് ലെറ്റ് ലിവ് എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ അതൊക്കെ അന്നേ വിട്ട കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും ഞാൻ പുറത്ത് പറയാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പം വെറുതെ ചൊറിഞ്ഞ് മേടിക്കണ്ട, എനിക്ക് അത്രേ പറയുന്നത്. നല്ലതല്ലേ നമ്മൾ എന്താ പറഞ്ഞ സിമ്പതി കൊണ്ട് അങ്ങനെ വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അതല്ലേ, അത്രയല്ലേ പറയാനുള്ളൂ. സിമ്പതി കൊണ്ട് പലരും ജയിച്ച് കപ്പെടുത്തതുപോലെ പുള്ളിക്കാരത്തേക്ക് സിമ്പതി വോട്ട് കിട്ടി മേലോട്ട് പോകണം. അത് ചിന്തിക്കേണ്ട ജനങ്ങളാണ്. ഇപ്പം പിന്നെ എന്ത് വേണമെങ്കിലും മാറിയാം. ഇപ്പം നേരത്തെ ഒരാഴ്ച ഫസ്റ്റ് ആഴ്ച നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പം പലരും പുള്ളിക്കാരത്തെ തള്ളി പറഞ്ഞാണ്. ഇപ്പം വോട്ട് കൂടി വരുന്നു എന്ന് പറയുമ്പോൾ പലരും ഇത് പിടിക്കാൻ നോക്കും. അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല. അത് നല്ലതായിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുകളിലോട്ട് കയറി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാലും ആ മുഖംമൂടി അഴിഞ്ഞ് വീഴും. പക്ഷെ ഇപ്പം നല്ലോണം അഭിനയിച്ച് നിൽക്കുന്നുണ്ട് അതിനകത്ത്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആര്യനോ എവിക്റ്റായോ? റെന എവിക്റ്റായെന്ന് ഞാൻ കേട്ടു. ആര്യൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല. ഇവരൊക്കെ ഓരോരുത്തരായിട്ട് പോകും തോന്നുന്നു. പിന്നെ എനിക്ക് നെവിൻ, ഈ പറഞ്ഞ പോലെ നെവിൻ, ജിസേൽ നന്നായിട്ട് കളിക്കും. അപ്പം ഇവരൊക്കെ എനിക്ക് ടോപ്പ് 5 വരണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പിന്നെ ആര്യൻ നന്നായിട്ട് കളിച്ചാൽ ഒബ്വിയസ്ലി നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ അവൻ മുകളിലോട്ട് കയറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. റെനയുടെ കാര്യം, ഇത്രയും ചെറിയ കുട്ടിയാണെങ്കിൽ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഇത്ര ചെറിയ പ്രായത്തിൽ അവൾ അതുവരെ എത്തിയില്ലേ, അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അതിന് വലിയൊരു കയ്യടി കൊടുക്കണം കുട്ടിക്ക്. ഭയങ്കര സ്ട്രെങ്ത്തോടെ കൂടെ നിന്നില്ലേ, അത് സത്യം, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആ കുട്ടി സ്വയം കാലിലാണ് നിൽക്കുന്ന, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അവൾ ഇൻഡിപെൻഡൻ്റ് ആണ്, അവൾ ഇത്ര വരെ എത്തി. അവൾ ഒരു പ്രാവശ്യം കരഞ്ഞ്, എനിക്കറിയില്ല, ഞാൻ ബിക്കോസ് മൊത്തം എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇതുവരെ എത്തി നിൽക്കുന്നതിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ വലിയ കയ്യടി കൊച്ചിന്. പിന്നെ ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ അറിയിച്ചു, ചേട്ടൻ റിപ്ലൈ ചെയ്തു. ഡെഫിനറ്റ്ലി ഞാൻ പോയി കാണുന്നുണ്ടാവും. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്, അല്ലേ, വെരി വെൽ ഡിസേർവ്ഡ്. എനിക്ക് ഹി നീഡ്സ് all the recognitions in the world, so he should get. എല്ലാ സീസൺ മാറ്റമില്ലേ? ഇപ്പോൾ നിങ്ങളെല്ലാം വെച്ച് കമ്പയർ ചെയ്യും. ചിലപ്പോൾ 1 വെച്ചിട്ട് നിങ്ങൾ 5 കമ്പയർ ചെയ്യും, നിങ്ങൾ 4 വെച്ചിട്ട് 3 കമ്പയർ ചെയ്യും. അപ്പം ഓരോ ബിഗ് ബോസും സ്പെഷ്യലാണ്. ഇതിപ്പോൾ 50 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇനി 50 ദിവസം. ഞാൻ പറയണേ, ഇതുവരെയായിട്ട് എനിക്ക് അതിൻ്റെ ഒരു എന്താ ഒരു പ്രശ്നം എന്ന് തോന്നിയത്, ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇല്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലേ, എന്നു നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നു നമ്മുടെ സീസണിൽ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണണം. അപ്പം അതുപോലത്തെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോഴും അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവിടെ അടി ഉണ്ടാക്കുന്നത്. അതായത് ഉള്ളിയുടെ കാര്യം, കിച്ചണിലാണ് എപ്പോഴും അടി. അപ്പം അതൊക്കെ മാറി പുറത്തേക്ക് വരണം. അതായത് നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് അടികൾ നടക്കും. അടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആർഗ്യുമെൻറ്റ്സ് വരണം, സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റണം. പക്ഷെ അതൊന്നും അവിടെ നടക്കുന്നില്ല. അവർ ശരിക്കും ബേസിക്കലി പാവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, പാവങ്ങളാണ് അവിടെ, അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ചു കൊടുത്തല്ല, ഞാൻ തന്നെയാണ് അടിച്ചു മാറ്റിയത്. അത് നിങ്ങൾ ലൈവ് കണ്ടോ? പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ തീരെ വയ്യാറ്. ഞാനാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് ടാബ്ലറ്റ്. അപ്പോൾ അവർ വിചാരിച്ച് ഞാൻ ആക്ട് ചെയ്യുകയാണെന്ന്. അതുകൊണ്ട് എനിക്ക് മരുന്ന് തന്നില്ല. ഞാൻ അവസാനം വയലൻ്റ്. എനിക്ക് എന്നെ സമനില നോ മരുന്ന് എനിക്ക് തന്നില്ല. ഐ റിയലി വാണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ബിക്കോസ് എൻ്റെ ഹെൽത്ത് അത്ര ബാഡായിരുന്നു. എനിക്ക് ഞാൻ കയറിയപ്പോഴും അതായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ മാക്സിമം ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടോ? സത്യം പറ, ഇഷ്ടപ്പെട്ടോ?
കണ്ടില്ലേ, കാണാനാണ് ഇവിടെ വന്ന് ബൈക്ക് പിടിച്ചോണ്ടിരിക്കുന്നത്. കൂടുതൽ ഹാർഷായിട്ട് രണ്ടാം സീസൺ ഇതാണ്. അതിനു മുമ്പ് ഹാർഷായിട്ടുള്ളത് ആര് പറഞ്ഞ നമ്മളെ സീസൺ കണ്ടില്ലേ? അയ്യോ, ലൈൻ കട്ട് കേട്ടിട്ടില്ലേ? ലൈവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇപ്പൊ ടീം കൊള്ളാം. പുള്ളിയുടെ കൂടെ ചേർന്നിരിക്കുന്ന സൂപ്പർ. ഐ വുഡ് സേ ലൈക്ക് ഇപ്രാവശ്യത്തെ ട്രോഫിയും ഈ ബൊക്കയും ലാലേട്ടനാണ്. മൃണാളിന്റെ വൈഫാണ് കൂടുതലും അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം. ആണോ? ലൈക്ക് നല്ല എനിക്ക് തോന്നുന്നു ഫയറാണ് ലാലേട്ടൻ, ഫയറാണ്. ഇപ്രാവശ്യത്തെ കപ്പ് തൂക്കിയത് ലാലേട്ടനാണ്, അത്രേ പറയാനുള്ളൂ. ഭയങ്കര എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡ് പ്രവീണായാലും പുറത്തിറങ്ങിയപ്പോ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ ലാലേട്ടൻ വരുന്നുള്ള പേടി അത് വേണം ഡെഫിനറ്റ്ലി വേണം. പിന്നെ അത് കാണാനൊരു രസമില്ല. ലാലേട്ടൻ ഫയറായിട്ട് കാണാൻ എനിക്കൊന്നും പണ്ടത്തെ ലാലേട്ടനെ വീണ്ടും തിരിച്ചത് ബിഗ് ബോസ് തന്നതുപോലെ തോന്നില്ല. സോ ഐ എം ഹാപ്പി. ലൈക്ക് പക്ഷേ ഈ ഇന്നലെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് അതും വേണം. ബിക്കോസ് ബാലൻസ്ഡ് ആയിരിക്കണം. ചുമ്മാ വന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതൊരു സുഖം ഉണ്ടാവില്ല. വല്ലപ്പോഴും പൊട്ടിത്തെറിക്കുമ്പോഴാണ് അതിനൊരു പഞ്ചുള്ളൂ. സോ ചെന്നൈയിലായിരുന്നു. എനിക്ക് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, കുറച്ച് കൊളാബറേഷൻസ് നടക്കാനുണ്ട്, കുറച്ച് നല്ല ന്യൂസൊക്കെ പറയാനുണ്ട്. അത് ഞാൻ പറയാം. അത് കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കും. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ആൻഡ് വന്നതിൽ ഒത്തിരി സന്തോഷം. എനിക്ക്